മുംബൈയിലെ മൈതാനങ്ങളിൽ നിന്ന് ലോക ക്രിക്കറ്റിന്റെ നെറുകയിലേക്ക് നടന്നു കയറിയ ഒരാൾ രോഹിത് ഗുരുനാഥ് ശർമ്മ, നമ്മുടെ ഹിറ്റ്മാൻ. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അയാളെ നേരിട്ട് നിന്ന് വെല്ലുവിളിക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ റെഡ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തെക്കുറിച്ച് പലപ്പോഴും പല അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട്. റെഡ് ബോൾ ക്രിക്കറ്റിന് പറ്റിയ താരമല്ല എന്ന് പറഞ്ഞു പോലും പലരും എഴുതി തള്ളിയിട്ടുണ്ട്. പക്ഷെ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ പ്രകടനങ്ങൾ കൊണ്ട് അതിനെല്ലാം മറുപടിയും ഈ ഒരു ഹിറ്റ്മാൻ നൽകിയിട്ടുണ്ട്. വിമർശിക്കുന്നവർക്കറിയില്ലല്ലോ എല്ലാ ഫോമാറ്റിലും അയാൾ ഒരേ ഒരു ഹിറ്റ്മാൻ ആണെന്ന്. കൃത്യം ഡോസിൽ കൃത്യമായ ഇടവേളകളിൽ എതിരാളികൾക്കും വിമർശകർക്കും കൊടുത്ത മറുപടികളും അങ്ങനെ മറക്കുന്നില്ലല്ലോ. 2013 വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റിലെ അരങ്ങേറ്റ മത്സരം. ഇയാളെ കൊണ്ട് ടെസ്റ്റിന് വല്ലതും പറ്റുമെന്ന് ചോദിച്ചവരുടെ മുന്നിലേക്ക് തകർപ്പൻ സെഞ്ചുറിയോടുകൂടി അരങ്ങേറ്റം. ഒരു ഇന്ത്യക്കാരന്റെ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റ മത്സരത്തിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ 177 റൺസ്. 2019 വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് തന്റെ ഏറ്റവും ഫേവറേറ്റ് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹിറ്റ്മാൻ എത്തുന്നത്. കിട്ടിയ ആദ്യത്തെ അവസരം തന്നെ പാഴാക്കോ? ഇല്ല. സൗത്ത് ആഫ്രിക്കൻ ബൗളർമാർ ആ ഒരു ബാറ്റ്സ്മാന്റെ കരുത്ത് കണ്ടു. ആദ്യ 2 ഇന്നിംഗ്സുകളിലും സെഞ്ചുറി. ഓപ്പണിംഗ് സ്ലോട്ട് സെറ്റ്. ആ ടൂർണമെന്റിൽ ഉടനീളം ഗംഭീര പ്രകടനം. 4 ഇന്നിംഗ്സുകളിലായി 2 സെഞ്ചുറി, 1 ഡബിൾ സെഞ്ചുറി. അത് പോരെ വച്ചാ. ഇതിനിടയിലാണ് വിമർശകരുടെ അടുത്ത ചെക്ക്. ഇന്ത്യൻ കണ്ടീഷനിൽ രോഹിത് ശർമ്മ കിടുവായിരിക്കും, പക്ഷേ വിദേശ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും ഇംഗ്ലണ്ട് കണ്ടീഷനിൽ രോഹിത് ശർമ്മയുടെ മൊട്ടടിക്കുന്നത്. 2021 ഓവലിലെ ഇംഗ്ലണ്ടിനെതിരെ അതിന് കൃത്യം മറുപടി 127 റൺസ്. പോരാട്ട വീര്യത്തിന്റെ മറുപടി അടയാളപ്പെടുത്തിയ ഇന്നിംഗ്സ്. രോഹിത് എന്ന താരം ടെസ്റ്റ് ക്രിക്കറ്റ് പൂർണ്ണമായും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടാവോ? അതൊരു ചോദ്യം തന്നെയാണ്. 4300-ലധികം റൺസ്, 40-ന് മുകളിൽ ആവറേജ്, 12ഓളം സെഞ്ചുറി, 18 ഹാഫ് സെഞ്ചുറികൾ. വെള്ളക്കുപ്പായത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ തന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞവരുടെ മുന്നിൽ ക്യാപ്റ്റന്റെ തൊപ്പി അഴിച്ചു വെച്ചിട്ടാണ് അയാൾ പടിയിറങ്ങുന്നത്. ഇനിയൊരു ലക്ഷ്യം കൂടി ബാക്കിയുണ്ട്. T20 വേൾഡ് കപ്പ് സ്വന്തമാക്കിയതുപോലെ, ചാമ്പ്യൻസ് ട്രോഫിയിൽ മുത്തമിട്ടതുപോലെ 2027 വേൾഡ് കപ്പ്. മറ്റാരേക്കാളും ആ ഒരു വേൾഡ് കപ്പ് നിങ്ങൾ അർഹിക്കുന്നു. ഏകദിന ക്രിക്കറ്റിൽ ആ ഒരു വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ക്യാപ്റ്റനായി നിങ്ങളും ഉണ്ടാകണം. നിങ്ങളും വിരാട് കോഹ്ലിയും ആ കപ്പ് ഉയർത്തുന്നത് കാണാൻ ഒരുപാട് ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കും. പക്ഷെ ഇനി ഒരു പ്രധാന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ അടുത്ത ക്യാപ്റ്റൻ ആരാവും? പല പേരുകളും ഉയർന്നു വരുന്നുണ്ട്. ഒന്നാമത് ഒരു യുവ ക്യാപ്റ്റനാണ്, ഗില്ലായിരിക്കും. മറ്റൊരു പേര് ഇന്ത്യയുടെ ഏറ്റവും ശക്തനാണ്, വിശ്വസ്തനാണ്, ബുംറയാണ്. മറ്റൊരു പേര് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ, പല ചരിത്ര വിജയങ്ങളിലും പ്രധാന പങ്ക് വഹിച്ചൊരു താരം പന്താണ്. ഈ 3 പേരുകളും അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. ആരാകും ഇന്ത്യയുടെ അടുത്ത ക്യാപ്റ്റൻ? കമന്റ് ബോക്സ് പറയണ്ടേ? കമന്റ് ബോക്സ് പറയുന്ന കൂട്ടായിരിക്കില്ല BCCIയുടെ തീരുമാനമെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു പേര് ആരാന്നറിയാലോ?